ഇലക്ഷന്റെ റിസൾട്ട് പറയുകയാണ്. എങ്ങനെയാണ് ടീച്ചറിന് ഒരു റിസൾട്ടിനെ എങ്ങനെയാണ് നോക്കണം? ടെൻഷൻ ഉണ്ടോ? ഒരു ടെൻഷനും ഇല്ല. ഈ കവി പാടിയതുപോലെ ഉം. നേർപാതയിൽ നിന്ന് ധർമ്മയുദ്ധം ചെയ്ത് തോറ്റുപോയാൽ പോകട്ടെ ആ തോൽവി, കടശിയിൽ ജയമെന്ന് സമ്മതിക്കും എന്നുള്ളതാണ്. ഇടതുപക്ഷ രാഷ്ട്രീയം തെരഞ്ഞെടുപ്പിനെ കാണുന്നത് ഒരു രാഷ്ട്രീയ പ്രവർത്തനമായിട്ടാണ്. ഉം. ഇടതുപക്ഷ രാഷ്ട്രീയത്തിന്റെ ഒരു പ്രവർത്തനത്തിന്റെ ഒരു ഭാഗമാണ്, ഒരു എക്സ്റ്റൻഷനാണ് ഉം. ജനങ്ങളിലേക്ക്. അതെല്ലാ ജനങ്ങളിലേക്കും. ഒരുപക്ഷെ ഇടതുപക്ഷ രാഷ്ട്രീയ പ്രവർത്തനം അതിന്റെ പൂർണ്ണാർത്ഥത്തിൽ അല്ലെങ്കിൽ കൃത്യമായ അർത്ഥത്തിൽ സ്വതന്ത്രമായി ചെയ്യാൻ പറ്റുന്നത് അതിന്റെ അനുഭാവികൾക്കിടയിലും അവർക്ക് കിട്ടുന്ന സ്പേസ് അത്രയേ ഉള്ളൂ. അത് കോൺഗ്രസ് ആണെങ്കിലും അത് തന്നെ. അവർക്ക് പറയാനുള്ളത് അവരുടെ ഇടയിലേ പറയാൻ കഴിയുള്ളൂ. പക്ഷെ ഒരു പാർലമെന്ററി ജനാധിപത്യത്തിൽ ഒരു ഇലക്ഷൻ പ്രോസസ്സ് വന്നു കഴിയുമ്പോൾ എല്ലാ ജനങ്ങളിലേക്കും നമ്മുടെ ഐഡിയോളജി എത്തിക്കാൻ കഴിയും. ഒരു പ്രൊപ്പഗാൻഡ, ഞങ്ങളുടെ രാഷ്ട്രീയം ഉയർത്തിപ്പിടിക്കുന്ന ആശയം ഇതാണ്, ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ ഈ ആശയത്തിന്റെ അടിസ്ഥാനത്തിൽ ഇന്നതായിരിക്കും ഞങ്ങളുടെ നിലപാടുകൾ, ഞങ്ങളുടെ നയങ്ങൾ, ഇത് നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുമെങ്കിൽ വിശ്വസിക്കുക എന്ന് തുറന്നു പറയാൻ പറ്റുന്ന ഒരു രാഷ്ട്രീയ പ്രവർത്തനത്തിന്റെ മണ്ഡലമാണ് ഇടതുപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം ഇലക്ഷൻ പ്രോസസ് എന്ന് പറഞ്ഞാൽ. അപ്പൊ അതിൽ ഒരു സ്ഥാനാർത്ഥി എന്നുള്ള നിലയ്ക്ക് എനിക്ക് പരമാവധി ഒരു 75% ഒരു എന്താ പറയാ ഒരു A+ കിട്ടുന്ന വിധത്തിൽ എൻ്റെ ഒരു വിശ്വാസം ഉണ്ടെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. പിന്നെ വോട്ടിന്റെ കിട്ടുന്ന എണ്ണത്തിന്റെ അടിസ്ഥാനത്തിൽ ജയവും തോൽവിയും ഒക്കെ നിശ്ചയിച്ചോട്ടെ, പക്ഷെ ഒരു സ്ഥാനാർത്ഥി ഇലക്ഷൻ പ്രൊപ്പഗാൻഡ, അതിനകത്ത് എനിക്ക് കഴിയാവുന്ന പ്രൊപ്പഗാൻഡ ഞാൻ നടത്തിയിട്ടുണ്ട്. എന്നാലും നമുക്കറിയാം, ഒരു പരീക്ഷ എഴുതി കഴിഞ്ഞാൽ ആ വിദ്യാർത്ഥി പരീക്ഷാ ഹാളിന് പുറത്തേക്ക് വരുമ്പോ ഒരു പ്രകടനമുണ്ട്. അതാണ് ഞാൻ നടത്തുന്നത്. എന്ത് ജയിക്കും, നന്നായിരുന്നു, ഞാൻ സ്ഥാനാർത്ഥി എന്നുള്ള നിലയ്ക്ക് ഓക്കെയാണ് എന്ന് പ്രത്യക്ഷത്തിൽ ഞാൻ പറയുന്നു. പക്ഷെ അതിനുശേഷം വീട്ടിൽ ചെന്ന് ഈ ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ ഒന്ന് നോക്കി ആ ഓരോ ക്വസ്റ്റ്യനും ആൻസർ എഴുതിയതൊന്ന് ചിന്തിച്ച് ഒന്ന് റിവ്യൂ ചെയ്ത് കഴിയുമ്പോൾ അയ്യോ, ഇന്ന ചോദ്യത്തിന് കുറച്ചുകൂടി എഴുതായിരുന്നു, അല്ലെങ്കിൽ അതിന് കുറച്ചൊരു പടം വരയ്ക്കായിരുന്നു, അല്ലെങ്കിൽ ഒരു ചിന്തയും കൂടി അതിൻ്റെ അകത്ത് കൂടെ ആഡ് ചെയ്യായിരുന്നു എന്നുള്ളൊരു തോന്നൽ സ്വാഭാവികമായിട്ടും പരീക്ഷ എഴുതുന്ന കുട്ടികൾക്ക് ഉണ്ടാവും. ആ ഒരു ചിന്താഗതി എനിക്കുണ്ട്. കാരണം നമ്മുടെ ഫ്ലാറ്റിൽ താമസിക്കുന്ന ധാരാളം ജനങ്ങളുണ്ട്. അവരുടെ അടുത്തേക്ക് സ്ഥാനാർത്ഥി എന്നുള്ള നിലയ്ക്ക് എനിക്ക് കടന്നു ചെല്ലാൻ കഴിഞ്ഞിട്ടില്ല, അവരെ റെപ്രസെന്റ് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. ധാരാളം ഫ്ലാറ്റുകൾ, ഒരുപക്ഷെ അവരെ കിട്ടുന്ന സമയം, അങ്ങനെ എല്ലാവരും എല്ലാ സമയത്തും അവര് അവൈലബിൾ അല്ല. അപ്പൊ അവരുടെ സാന്നിധ്യം ഉള്ള സമയത്ത് എനിക്ക് ചെല്ലാൻ കഴിഞ്ഞിട്ടില്ല. അങ്ങനെയുള്ള സമയം അപ്പൊ അവരെ കൂടി സമീപിച്ചിരുന്നെങ്കിൽ കുറെ കൂടിയും എൻ്റെ സ്ഥാനാർത്ഥി എന്നുള്ള നിലയ്ക്കുള്ള ഒരു പെർഫോമൻസ് കുറച്ചുകൂടി നന്നാകുമായിരുന്നു എന്ന് ഞാൻ വിലയിരുത്തുന്നുണ്ട്. സമയം കുറഞ്ഞു പോയെന്നൊരു തോന്നലുണ്ടോ പ്രചാരണം നടത്താനായിട്ട്? അതെ, എന്നെ സംബന്ധിച്ച് കുറഞ്ഞു പോയി തന്നെയാണ്. എത്ര സമയം കിട്ടിയാലും ഈ 13 ലക്ഷം വോട്ടർമാരിൽ എത്തിച്ചേരണമെങ്കിൽ എത്ര സമയം വേണമോ അത്രയും സമയം വേണം. പക്ഷെ അത്രയും സമയം നമുക്ക് ലഭിക്കുന്നില്ല. പിന്നെ നമ്മൾ ഓരോ സ്ഥലത്തും ചെല്ലുമ്പോൾ വോട്ടർമാരുടെ ഒരു ചെറിയൊരു റെപ്രസെന്റേഷനെ മാത്രമേ നമുക്ക് അഡ്രസ് ചെയ്യാൻ കഴിയുന്നുള്ളൂ. ബാക്കി എല്ലാവരും ചിലപ്പോൾ മാധ്യമങ്ങളിൽ നിന്ന്, പിന്നെ മാധ്യമങ്ങളുടെ ഒരു സഹായമുണ്ട്, സോഷ്യൽ മീഡിയയുടെ സഹായമുണ്ട്. അപ്പൊ നമ്മൾ സംസാരിക്കുന്നതും ഒക്കെ ജനങ്ങൾക്ക് കേൾക്കാനും വേറെ പ്രശ്നമുണ്ട്. ഈ ഇടതുപക്ഷ സ്ഥാനാർത്ഥികൾ പ്രസംഗിക്കുന്നതോ പ്രതികരണം രേഖപ്പെടുത്തുന്നതോ മാധ്യമങ്ങളിൽ കാണാനില്ല. ഇലക്ഷൻ സമയങ്ങളിൽ ഈ പറയുന്ന വലതുപക്ഷ സ്ഥാനാർത്ഥികൾ മാത്രം നിറച്ചു നിർത്തുന്നത് അതെനിക്ക് ഞാൻ ചിലപ്പോ ഇപ്പൊ നമ്മുടെ പ്രധാനപ്പെട്ട മാധ്യമ പ്രവർത്തകരിവിടെ വന്ന് ചോദിച്ചപ്പോ പലപ്പോഴും നമ്മൾ തിരക്കിൽ ഓടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഇങ്ങനെ ടീച്ചർ എവിടെയുണ്ട്, ഞങ്ങൾക്ക് പ്രതികരണം വേണമായിരുന്നു എന്ന് ചോദിച്ചപ്പോ ഞാനൊരു പ്രധാനപ്പെട്ട ചാനലിനോട് ചോദിച്ചത്, നിങ്ങൾ എത്രയോ വട്ടം എന്റെ സംസാരം എടുത്തു, പക്ഷെ നിങ്ങൾ ഇതൊന്നും തന്നെ കാര്യമായി ടെലികാസ്റ്റ് ചെയ്തില്ല, പിന്നെ എന്തിനാണ് എന്റെ സമയം വെറുതെ കളയുന്നത്? ഞാൻ അറിയപ്പെടാത്ത ഒരാളാണ്. അപ്പൊ 4 ആൾ അറിയാൻ വേണ്ടിയുള്ള എന്റെ ഓട്ടപ്പാച്ചിലിനിടയ്ക്ക് എന്റെ സമയം വെറുതെ കളയേണ്ട കാര്യമുണ്ടോ എന്ന് ഞാനൊരു ചാനലിനോട് ചോദിച്ചിട്ടുണ്ട്. പക്ഷെ എന്നാലും ഒരു ഇടതുപക്ഷ സ്ഥാനാർത്ഥിയോട് അത്ര മോശമല്ലാത്ത രീതിയിൽ അവർ പ്രതികരിച്ചിട്ടുണ്ടെന്ന് തന്നെയാണ് എൻ്റെ ഒരു വിശ്വാസം. നമ്മൾ പൂർണ്ണാർത്ഥത്തിൽ അത് ലഭിച്ചില്ലെങ്കിലും പിന്നെ സോഷ്യൽ മീഡിയയിലും സോഷ്യൽ മീഡിയ ഉള്ളത് കൊണ്ട് ആളുകളിലേക്ക് ഷെയർ ചെയ്യപ്പെടുന്നു, ഒരാളിൽ നിന്ന് ഒരാളിലേക്ക് എത്തപ്പെടാനുള്ള ഒരു സാധ്യത ഉണ്ട്. എന്നാൽ ഇനിയും സമയം കിട്ടിയാൽ തെറ്റുതിരുത്തി കുറെ കൂടി മെച്ചപ്പെട്ട രീതിയിൽ പരീക്ഷ എഴുതാൻ കഴിയുമെന്നുള്ള ഒരു കുട്ടിയുടെ മനോഭാവം ഉണ്ടല്ലോ, അതിപ്പോഴും ഉണ്ട്. ഒരു അധ്യാപിക എന്നുള്ള നിലയ്ക്ക് പഠിപ്പിച്ചു കഴിയുമ്പോഴും അധ്യാപകർക്കും ഉണ്ടാവും ആ പഠിപ്പിച്ച പാഠഭാഗം, ക്ലാസ് മുറികളിലെ ഇന്ററാക്ഷൻ എനിക്ക് ഇങ്ങനെയായിരുന്നെങ്കിൽ കുറച്ചുകൂടി മെച്ചപ്പെടുത്തായിരുന്നു
ഒരു IT ഉപയോഗിച്ച് ITC ഉപയോഗിച്ച് ഇൻഫർമേഷൻ ടെക്നോളജി ഉപയോഗിച്ചിട്ട് ഇരുന്നെങ്കിൽ എനിക്ക് കുറച്ചുകൂടി കുട്ടിയിലേക്ക് ആ എത്തിപ്പെടാൻ പറ്റും. കാര്യം കൊടുക്കാൻ കഴിയുമായിരുന്നു എന്ന് ഒരു സ്വയം വിമർശനപരമായിട്ട് ഒരു വിലയിരുത്തലുണ്ടല്ലോ. അതുണ്ട്, ഇപ്പോഴും ഉണ്ട്, അതെന്നും ഉണ്ടാവും. ഒരു 100% ഏത് കാര്യത്തിലും നമുക്ക് അത് ജീവിതാവസാനം വരെയും നമ്മള് അത് റിഫൈൻ ചെയ്ത് കൊണ്ടുപോയിക്കൊണ്ടേയിരിക്കും. ടീച്ചറിന്റെ ആ സമയത്തൊക്കെ ഈ പറയുന്ന പോലെ ജീവിതശൈലിയൊക്കെ മൊത്തത്തിൽ മാറ്റമായിരുന്നു. എങ്ങനെ ആസ്വദിച്ചിരുന്നു ആ ഒരു പ്രചാരണ സമയത്തൊക്കെ? പിന്നെ നന്നായിട്ട് പാർട്ടി കൂടെ തന്നെ ഉണ്ടായിരുന്നു. പിന്നെ പാർട്ടി പ്രവർത്തകരും സ്നേഹിതന്മാരും മോൻ്റെ അമ്മോ എന്നെ സത്യം പറഞ്ഞാൽ ഈ ഉള്ളംകൈയിൽ കൊണ്ടു നടക്കണമെന്ന് ഞാനൊരു പണ്ട് ഒരു കഥ കേട്ടിട്ടുണ്ട്. അപ്പോ ദൈവത്തോട് ഒരാൾ സങ്കടം പറയാണ്, ഞാൻ എൻ്റെ കഷ്ടത അനുഭവിക്കുന്ന സമയത്ത് എന്നെ എനിക്ക് കിട്ടിയില്ല, നീ എന്നെ സഹായത്തിന് ഉണ്ടായില്ല, എൻ്റെ കൂടെ നീ ഉണ്ടാകും പ്രയാസ കാലഘട്ടത്തിൽ എന്നാണ് ഞാൻ പറഞ്ഞു കേട്ടിട്ടുള്ളത്. പക്ഷേ ദൈവമേ നീ എൻ്റെ കൂടെ ഉണ്ടായിരുന്നില്ല. അപ്പൊ ദൈവം ചോദിക്കുന്നു, അതെങ്ങനെ നിനക്ക് മനസ്സിലായി? അപ്പൊ ഞാൻ കടപ്പുറത്തുകൂടെ പോയിരുന്നു ആ സമയത്ത്, പക്ഷെ അതിൽ എൻ്റെ കാൽപ്പാടുകൾ മാത്രമാണ് കണ്ടിരുന്നത്. നീ ഉണ്ടായിരുന്നെങ്കിൽ രണ്ടാമതൊരാളുടെ കാൽപ്പാട് കാണുമായിരുന്നു. അപ്പൊ ഈശ്വരൻ പറഞ്ഞ മറുപടിയായിട്ട് ആ കഥയിൽ പറയുന്നത്, ആ 2 കാൽപ്പാടുകൾ നിന്റെ ആയിരുന്നില്ല, എന്റേതായിരുന്നു. നീ ആ സമയത്ത് എൻ്റെ തോളത്തായിരുന്നു, എൻ്റെ ഷോൾഡറിലായിരുന്നു എന്ന് പറയുന്ന ഒരു കഥയുള്ളൂ. അത് ഞാൻ അനുഭവിച്ചൊരു കാലഘട്ടമായിരുന്നു ഈ തെരഞ്ഞെടുപ്പ് കാലഘട്ടം. ഞാൻ വളരെ നിസ്സാരയായ ഒരു വ്യക്തി, ഒരു സർപ്രൈസ് കാൻഡിഡേറ്റ്, എന്നെ ഇങ്ങനെ വിളിച്ചുണർത്തി ഒരു മത്സരത്തിന്, അതും ഇന്ത്യയിലെ ദ ലാർജസ്റ്റ് ഡെമോക്രാറ്റിക് പ്രോസസ്, ആ പ്രോസസ്സിനകത്ത് ഒരാളായി മുന്നിൽ നിൽക്കണം എന്ന് പറഞ്ഞ് വിളിച്ച് വരുത്തുകയും ബാക്കി എല്ലാ കാര്യങ്ങളും, ഇടതുപക്ഷ പ്രസ്ഥാനത്തിന്റെ ഒരു പ്രത്യേകത ഇതാണ്, ബാക്കി എല്ലാം പിന്നെ ആ പ്രസ്ഥാനം ഏറ്റെടുക്കുകയാണ്. ആ സ്ഥാനാർത്ഥിയുടെ എല്ലാ കാര്യങ്ങളും ഉള്ളംകൈയിൽ കൊണ്ടു നടന്ന സാധാരണ പ്രവർത്തകർ, പാർട്ടിയെ സ്നേഹിക്കുന്നവർ, ഈ ആശയത്തെ ഹൃദയത്തിലേറ്റ് നടക്കുന്നവർ, നെഞ്ചേറ്റ് നടക്കുന്നവരൊക്കെ എന്നൊക്കെ പറയില്ലേ, അങ്ങനെയുള്ള പാർട്ടി സഖാക്കളും പ്രവർത്തകരും എന്നെ ഇങ്ങനെ ഈ പ്രവർത്തനത്തിൽ ഒരു പരിക്കും പറ്റാതെ, മാനസികമായും ശാരീരികമായും ഒരു പരിക്കും പറ്റാതെ കൊണ്ടു നടന്നു. അതുകൂടിയാണ് എൻ്റെ ഇപ്പോൾ ഒരു സ്ഥാനാർത്ഥി എന്നുള്ള നിലയ്ക്ക് ഞാൻ വിജയിച്ചു എന്ന് ആരെങ്കിലും കരുതുന്നുണ്ടെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് എനിക്ക് തന്നിട്ടുള്ള ഈ ബാക്ക് ബോണാണ്, എനിക്ക് ചവിട്ടി നിൽക്കാനുള്ള ഒരു ഇടമാണ്, എന്നെ കൊണ്ടു നടന്ന ഈ താങ്ങാണ്, സപ്പോർട്ടാണ്. അതെന്റെ പ്രസ്ഥാനം തന്നതാണ്, എൻ്റെ പാർട്ടി അണികൾ തന്നതാണ്, എൻ്റെ സഹോദരന്മാർ തന്നതാണ്, എല്ലാവരും തന്നതാണ്. ടീച്ചറിന്റെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്തിയപ്പോൾ ആദ്യം മാധ്യമങ്ങളിലൊക്കെ ഉയർന്നു കേട്ടത് കെട്ടിയിറക്കിയ സ്ഥാനാർത്ഥി എന്നായിരുന്നു. പക്ഷെ പൊതുവെ പിന്നീട് മുന്നോട്ട് പോകുമ്പോൾ മാധ്യമങ്ങൾ ഇത് തിരുത്തി പറയാൻ തുടങ്ങി, മികച്ച സ്ഥാനാർത്ഥി എന്ന ലെവലിലേക്ക് എത്തുന്ന സാഹചര്യം ഉണ്ടായി. അപ്പോൾ ഈ കെട്ടിയിറക്കിയ സ്ഥാനാർത്ഥിയിൽ നിന്ന് മികച്ച സ്ഥാനാർത്ഥി എന്ന് അന്ന് വിമർശിച്ചവർ പിന്നെ പറഞ്ഞു കേട്ടപ്പോൾ എന്താണ് ടീച്ചറിന് തോന്നുന്നത്? അഭിമാനമാണ് തോന്നിയത്, അഭിമാനം തോന്നി, വ്യക്തിപരമായിട്ടുള്ള അഭിമാനം എനിക്ക് തോന്നി. ആദ്യം സങ്കടമൊക്കെ തോന്നിയിരുന്നു അവര് കെട്ടിയിറക്കിയ സ്ഥാനാർത്ഥി എന്നൊക്കെ പറയുന്ന സാഹചര്യം ഉണ്ടായിരുന്നു? അല്ല, എനിക്ക് അതിലൊരു സങ്കടം തോന്നിയില്ല. കാരണം ഞാൻ അങ്ങനെ സങ്കടപ്പെടാൻ വേണ്ടുമുള്ള ഒരാളായിരുന്നില്ല. അവര് കെട്ടിയിറക്കി പോലും തോപ്പിക്കാനുള്ള വേറൊരു സാധനം, ഉണ്ടാവുമായിരിക്കാം. അതായത് ഇത് നിസ്സാരയാണ്, ആരുമല്ല എന്നുള്ള, ചിലപ്പോ മാനസികമായി എന്നെ തളർത്താൻ കൂടി അത് ആഗ്രഹിച്ചിട്ടുണ്ടാവാം. പക്ഷെ അങ്ങനെയൊന്നും തളരുന്ന ഒരാളല്ല ഞാൻ. അതെനിക്ക് എന്നിൽ പൂർണ്ണ വിശ്വാസമുണ്ട്. എന്തെല്ലാം പ്രതിസന്ധികൾ നേരിടേണ്ടി വന്നാലും അതിനെയൊക്കെ തല ഉയർത്തിപ്പിടിച്ച് നേരിടാനുള്ളൊരു കരുത്ത് എനിക്ക് കിട്ടിയിട്ടുണ്ട്. എൻ്റെ ജീവിതത്തിലൂടെ കടന്നു വന്നപ്പോൾ ഉള്ള വെല്ലുവിളികൾ, ധാരാളം വെല്ലുവിളികൾ നേരിട്ടിട്ടുണ്ട്. ചിലപ്പോ ചില കാര്യങ്ങൾ എതിർത്തിട്ടുണ്ട്. അപ്പൊ ആ എതിർത്തതിന്റെ ഭാഗമായിട്ട് ആ ഒരു സംവിധാനത്തിൽ നിന്ന് ശത്രുതാപരമായിട്ടുള്ള സമീപനം ഞാൻ നേരിടേണ്ടി വന്നിട്ടുണ്ട്. അതെന്റെ കൂടെ നിൽക്കുന്ന പ്രസ്ഥാനമാണെങ്കിലും അപ്പുറത്ത് നിൽക്കുന്ന പ്രസ്ഥാനമാണെങ്കിലും എവിടെയാണെങ്കിലും എനിക്ക് എൻ്റെ ഒരു നിലപാടുണ്ട്. ആ നിലപാട് ഞാൻ തുറന്ന് പറയും. പറയുമ്പോൾ ഇനി അത് 100% ശരിയാണെന്നുള്ള ഒരു വിശ്വാസം എനിക്കില്ല. പക്ഷെ അപ്പൊ ഞാൻ പറയുന്നത് ശരിയാണെന്നുള്ള ഒരു വിശ്വാസത്തോടുകൂടിയാണ് ഞാൻ പറയുന്നത്. ഇനി അത് തിരുത്താനുള്ള അവകാശം അപ്പുറത്ത് നിൽക്കുന്നവർക്കുണ്ട്. അവര് എന്നെ ബോധ്യപ്പെടുത്തിയത് തിരുത്തി തന്നാൽ തീർച്ചയായിട്ടും ഞാനത് സ്വീകരിക്കും. പക്ഷെ പറയാനുള്ളത് പറയുക തന്നെ ചെയ്യും. അതെന്റെ ഒരു അവകാശമാണ്. അപ്പോ അത് ഞാൻ സൂചിപ്പിച്ചത് ഇങ്ങനെ
മാനസികമായി തകർക്കാനുള്ള ഒരു ശ്രമമായിരിക്കാം. കെട്ടിയിറക്കിയ സ്ഥാനാർത്ഥിയാണ്, മാനസികമായി, അതായത് അവഹേളിക്കുക, ചെറുതാക്കി കാണിക്കുക, ഇലക്ഷനിൽ നിറഞ്ഞു പക്ഷെ അതിന് ഞാനത് ഓവർകം ചെയ്യാൻ എടുത്തൊരു രീതി, ഞാനത് മൈൻഡ് ചെയ്യാൻ പോയില്ല, ഞാൻ എന്റെ വഴിക്ക് പോയി. അല്ല ടീച്ചർ, ഇതിൽ പ്രധാനപ്പെട്ട കാര്യം ഇപ്പോ കോൺഗ്രസിന്റെ ഒരു സ്ഥാനാർത്ഥി, ഫോർ എക്സാമ്പിൾ പറഞ്ഞ രമ്യ ഹരിദാസിനെ സ്ഥാനാർത്ഥിയായിട്ട് പ്രഖ്യാപിക്കുന്നു. അത് കെട്ടിയിറക്കിയ സ്ഥാനാർത്ഥിയല്ല അവരെ സംബന്ധിച്ച്. കാരണം നമുക്കറിയാം, പിടിയെന്നാണ് രമ്യ ഹരിദാസിനെയൊക്കെ നമ്മൾ അപ്പോഴാണ് കാണുന്നത്. പക്ഷേ അവരൊരിക്കൽ പോലും അത് കെട്ടിയിറക്കിയ സ്ഥാനാർത്ഥി എന്ന് പറയുന്നില്ല. പക്ഷേ ഇടതുപക്ഷ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുമ്പോൾ കെട്ടിയിറക്കിയ സ്ഥാനാർത്ഥി, വന്നു കയറിയ സ്ഥാനാർത്ഥി, ഇങ്ങനെയൊക്കെ പറഞ്ഞ് പലപ്പോഴും നമ്മൾ കേൾക്കാറുണ്ട്. പക്ഷേ ടീച്ചറിനെ സംബന്ധിച്ച് അവസാന ഘട്ടങ്ങളിലേക്ക് എത്തുമ്പോൾ ഇതേ ആളുകൾ തന്നെ തിരുത്തി പറയുന്ന സാഹചര്യം ഉണ്ടായി. കാരണം അവർ തിരുത്തി പറഞ്ഞേ പറ്റൂ. കാരണം ടീച്ചറിന്റെ പല പ്രസംഗങ്ങൾ വലിയ രീതിയിൽ പല രീതിയിൽ വൈറലാകുന്നു. ടീച്ചർ പലയിടങ്ങളിൽ നടത്തുന്ന പ്രതികരണങ്ങൾ വൈറലാകുന്നു. ഒരു മികച്ച സ്ഥാനാർത്ഥി, മികച്ച ക്വാളിറ്റി ഉള്ള ഒരാൾ എന്നൊക്കെ പൊതുസമൂഹം പറയുമ്പോൾ ഇപ്പം പറയേണ്ട ഒരു ബാധ്യത മാധ്യമങ്ങൾക്കും വരികയാണ്. അങ്ങനെ ഒരു അപ്പൊ അതിനൊരു ഉദാഹരണമായി ഇപ്പോ ഞങ്ങള് കേരള കാർട്ടൂൺ അക്കാദമിയുടെ ഒരു സ്ഥാനാർത്ഥി സംഗമം ഇലക്ഷന് ശേഷം നടത്തിയിരുന്നു എറണാകുളത്ത്. അപ്പൊ അവിടെ ഡോക്ടർ കെ.എസ്. രാധാകൃഷ്ണൻ, ബി.ജെ.പിയുടെ സ്ഥാനാർത്ഥി, അദ്ദേഹം പറഞ്ഞൊരു കാര്യം, ഒരു യാഥാർത്ഥ്യമുണ്ട്. അദ്ദേഹം പറഞ്ഞതിന്റെ പിൻബലം എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയത്തിന്റെ പിൻബലത്തിന് വേണ്ടിയാണ് പറഞ്ഞതെങ്കിൽ പോലും അദ്ദേഹം ഒരു യാഥാർത്ഥ്യം പറഞ്ഞു. അതായത് കേരളത്തിലെ മാധ്യമങ്ങൾ എഴുതുന്നതും അവര് പ്രകടിപ്പിക്കുന്നതും കേരളത്തിലെ ജനങ്ങൾ വിശ്വസിച്ചിരുന്നുവെങ്കിൽ കേരളത്തിൽ ഒരിക്കൽ പോലും ഇടതുപക്ഷ അധികാരത്തിൽ വരില്ലായിരുന്നു. വളരെ കറക്റ്റ് ആയിട്ടുള്ള ഒരു നിലപാടാണ് അദ്ദേഹം പറഞ്ഞത്. അദ്ദേഹത്തിന്റെ രാഷ്ട്രീയത്തെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയാണെങ്കിൽ പോലും ഇങ്ങനെ കേരളത്തില് എനിക്ക് തോന്നുന്നു ഒരു 99% മാധ്യമങ്ങളും, അത് ഇലക്ട്രോണിക് മീഡിയ ആവട്ടെ, പ്രിന്റ് മീഡിയ ആവട്ടെ, ഇതെല്ലാം തന്നെ ഇടതുപക്ഷത്തിനെതിരാണ്, വലതുപക്ഷത്തിന് അനുകൂലവുമാണ്. അങ്ങനെയുള്ളൊരു സാഹചര്യത്തിലാണ് 57-ൽ ഇടതുപക്ഷ ഗവൺമെന്റ് വരുന്നു, 60-കളിൽ വരുന്നു, 80-കളിൽ വരുന്നു, 90-കളിൽ വരുന്നു, ഇതായിപ്പോ തുടർച്ചയായിട്ട് വരുന്നത്. അപ്പോ ഇവര് പറയുന്നതൊന്നുമല്ല ജനങ്ങൾ വിശ്വസിക്കുന്നത്. ജനങ്ങൾ അവർക്കിടെ മുന്നിലേക്ക് വരുന്ന രാഷ്ട്രീയ ആശയം, അതിന്റെ പിൻബലത്തിൽ വരുന്ന നയങ്ങൾ, അത് നടപ്പാക്കുന്നുണ്ടോ ഇല്ലയോ, അതിനോട് എത്രത്തോളം ഒരു ആത്മാർത്ഥത കാണിക്കുന്നു പ്രസ്ഥാനങ്ങൾ എന്ന് നോക്കി തന്നെയാണ് കേരളത്തിലെ ജനങ്ങൾ വിലയിരുത്തി ഓരോ പ്രസ്ഥാനത്തെയും അംഗീകരിക്കുന്നത്. അതിന്റെ തെളിവുകളാണ് ഈ ഇടതുപക്ഷ ഗവൺമെന്റുകൾ ഇത്രയും കാലം കേരളത്തിൽ അധികാരത്തിൽ വന്നത്, ഇപ്പോൾ തുടർന്നും അധികാരത്തിൽ വരുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ എന്നെ കുറച്ച് കാണിക്കാൻ ശ്രമിച്ചപ്പോ, അല്ലെങ്കിൽ കുറച്ച് കാണിക്കാൻ ഞാൻ വലിയ ആളാണെന്നല്ല, പക്ഷെ എന്നെ മാനസികമായി തകർക്കാൻ പറ്റുമെങ്കിൽ ആയിക്കോട്ടെ എന്ന് വലതുപക്ഷ മാധ്യമങ്ങൾ വിചാരിച്ച് അവര് ഇപ്പൊ ചില രാഷ്ട്രീയ നിരീക്ഷകരൊക്കെ പറഞ്ഞു, ഇത് ആരാണ് ഈ കെ.ജെ. ഷൈൻ എന്നൊക്കെ പറഞ്ഞ ആളുകളുണ്ട്, അതൊരു ഇര പോലുമല്ല എന്ന് പറഞ്ഞ നിരീക്ഷകന്മാരൊക്കെ ഉണ്ട്. അപ്പൊ ഞാൻ അവരെ കുറ്റം പറയുന്നില്ല, കാരണം ഞാൻ അങ്ങനത്തെ ഒരാളല്ല, അവരറിയപ്പെടുന്ന ഒരാളല്ലല്ലോ. അപ്പൊ അതുകൊണ്ടാണ്. പക്ഷെ എന്നാലും ആരാണെങ്കിലും ഒരാളെയും ചെറുതായി കാണരുത് എന്നൊരു അഭിപ്രായമുണ്ട്. എല്ലാ മനുഷ്യർക്കും അവരവരുടേതായ കഴിവുകൾ, ആ കഴിവുകൾ ഉണ്ട് എന്നുള്ളൊരു ഒരു ധാരണ എല്ലാ മനുഷ്യർക്കും വേണം. ആരും ആരുടെയും മുന്നിൽ ചെറുതല്ല, എല്ലാവർക്കും അവരുടേതായ വലിപ്പങ്ങളുണ്ട് എന്ന് അംഗീകരിക്കാനുള്ള ഒരു മനസ്സിലാവും. കാണിച്ചു കൊടുത്തു എന്നുള്ള മറ്റൊരു വസ്തുതയാണ്. അതെ, ഞാനിപ്പോ എന്റെ വഴിക്ക് പോയി, അവരവിടെ ഞാൻ ചെറുതാണെന്ന് പറഞ്ഞപ്പോ ആയിക്കോട്ടെ, അത് അവരുടെ അവകാശം. ഞാൻ എന്റെ വഴിക്ക് പോയി, ഞാൻ ആരാണ് എന്ന് എനിക്ക് എക്സ്പ്രസ് ചെയ്യാനുള്ള വഴികൾ തേടി ഞാൻ പോയി. അവിടെ കിട്ടുന്നിടത്തൊക്കെ ഹൂവാമൈ, ഞാൻ ആരാണ്, കാണിച്ചു. അതാണ് ഒരു സ്ഥാനാർത്ഥി എന്നുള്ള നിലയ്ക്ക് എന്റെ ഡ്യൂട്ടി അതാണ്. കാരണം ഒരു സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്യണമെങ്കിൽ വോട്ടർമാരായിട്ടുള്ളവർക്ക് അവർക്കൊരു വിശ്വാസം വേണം. ഇവർക്ക് വോട്ട് ചെയ്താൽ, ഇവർക്ക് വോട്ട് ചെയ്യാൻ കൊള്ളാം, വിലപ്പെട്ട എന്റെ വോട്ട് ഇവർക്ക് കൊടുത്താൽ അത് ഈ രാജ്യത്തിനും അല്ലെങ്കിൽ വോട്ടർമാർക്കും ഭാവിയിൽ ഇൻ ഫ്യൂച്ചർ ഒരു കരുത്തായി മാറുമോ, ഒരു ഗുണമായി മാറുമോ എന്നുള്ളൊരു ബോധ്യം വോട്ടർമാർക്ക് ഉണ്ടാവണം. അപ്പൊ അവർക്കത് ഉണ്ടാക്കി കൊടുക്കുക, എന്നെ അവർക്ക് കാണിച്ചു കൊടുക്കുക എന്നുള്ളതായിരുന്നു ഒരു സ്ഥാനാർത്ഥി എന്നുള്ളത് എന്റെ ഡ്യൂട്ടി. അത് ഞാൻ ചെയ്യാൻ ശ്രമിച്ചു. മറ്റൊരാൾ അവിടെ കിടന്ന് പറഞ്ഞോട്ടെ, നമ്മൾ മറുപടി പറയേണ്ട സ്ഥലത്ത് മറുപടി പറയുക, അല്ലാത്തടത്ത് മിണ്ടാതിരിക്കുക എന്നുള്ളതാണ്. അപ്പൊ അതെനിക്ക് ഏറെക്കുറെ കഴിഞ്ഞു. ഇനിയും കഴിയാനുണ്ട്, ഞാൻ പൂർണ്ണമായിട്ടില്ല, പക്ഷെ എങ്കിലും എനിക്ക് കഴിഞ്ഞു. അതിനെനിക്ക് സാധ്യതകൾ ഒരുക്കാൻ ഈ പ്രസ്ഥാനം മുന്നിലും പിന്നിലും ചുറ്റിലും ഉണ്ടായിരുന്നു. സോഷ്യൽ മീഡിയ സഹായിച്ചിട്ടുണ്ട്. പിന്നീട് മാധ്യമങ്ങൾ എന്റെ പുറകെ വന്നിട്ടുണ്ട് ധാരാളം പേർ. ഞാൻ ചെറുതാണ്, ഒരു ചെറിയ മീനാണ് എന്നൊക്കെ പറഞ്ഞ ആളുകൾ പിന്നീട് അല്ല, അവർക്കൊക്കെ ഇങ്ങനെയൊക്കെ കഴിയും
എന്നും പ്രധാനപ്പെട്ട എല്ലാ അതെ മാധ്യമങ്ങളും അതെ. പറയുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അതൊക്കെ വലിയ സന്തോഷം, ആത്മാഭിമാനത്തോടു കൂടി കാണും. ടീച്ചറെ, ഈ ഇലക്ഷൻ നമ്മൾ വോട്ട് പിടിക്കാൻ ഇറങ്ങുമ്പോൾ ഒരുപാട് വാഗ്ദാനങ്ങൾ നമ്മൾ കൊടുക്കും. അതിലൊരു സ്ഥാനാർത്ഥി ചിലപ്പോൾ ജയിക്കും, ഒരു സ്ഥാനാർത്ഥി അതെ തോക്കും. പിന്നീട് തോക്കുന്ന സ്ഥാനാർത്ഥികളൊന്നും പിന്നീട് അങ്ങോട്ട് കാണാറില്ല. അതിനെപ്പറ്റി ടീച്ചറിന് എന്താ പറയാനുള്ളത് പൊതുവെ? ഒരുപക്ഷെ ഈ സ്ഥാനാർത്ഥിയെ കാണാത്തത് അവര് അത്തരത്തിലുള്ള ഒരു സോഷ്യൽ ഇന്ററാക്ഷൻ ഉം, കുറഞ്ഞ ഉം, വ്യക്തികളാവാം, ഉം, അല്ലെങ്കിൽ പൊളിറ്റിക്കലായിട്ട് അങ്ങനെയുള്ളൊരു ഒരു സാധ്യതയില്ലാത്തവരായിരിക്കാം. ഉം, അപ്പൊ അവരൊരു പ്രത്യേക സന്ദർഭത്തിൽ ഉം, ആരുടെയെങ്കിലും ഒക്കെ സമ്മർദ്ദത്തിന്റെ ഭാഗമായി അതിലേക്ക് വന്നു. ഉം, അത് കഴിഞ്ഞപ്പോൾ അവര് തിരിച്ചുപോയി. ഉം, ഉം. അവർക്ക് വേറൊന്നും കോൺട്രിബ്യൂട്ട് ചെയ്യാനില്ല. ഉവ്വ, ഉവ്വ. അപ്പോ എന്നെ സംബന്ധിച്ചിടത്തോളം ഉം, ഞാനൊരു സാമൂഹ്യ പ്രവർത്തനം ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. ഉം, വളരെ പണ്ട് തന്നെ ഉം, കോളേജ് കാലഘട്ടത്തിൽ ഉം, തന്നെ വിദ്യാർത്ഥി ഉം, പ്രസ്ഥാനത്തിലും അതിനുശേഷം അധ്യാപികയായതിനു ശേഷം അധ്യാപക ഉം, പ്രസ്ഥാനത്തിലും ആ, പൊതു രാഷ്ട്രീയത്തിലും ഉം, ഉം, ചെറിയ തോതിലാണെങ്കിൽ പോലും ഉം, ഇടപെട്ട് പ്രവർത്തിക്കുകയും അതിൽ ഉം, സംതൃപ്തി കണ്ടെത്തുകയും ചെയ്യുന്ന ഒരാളാണ്. ഉം, അപ്പൊ ഒരു സാമൂഹ്യ പ്രവർത്തനം ഇല്ലാതെ എനിക്ക് ജീവിക്കാൻ പറ്റില്ല. ഉം, ഉം, രാഷ്ട്രീയവും ഇല്ലാതെ എനിക്ക് ജീവിക്കാൻ ഉം, കഴിയില്ല. അത് എവിടെയാണോ, ചെറിയ സ്പേസ് ആണെങ്കിൽ ആ സ്പേസിൽ, ഉം, വിശാലമായ സ്പേസ് ആണെങ്കിൽ അവിടെ അങ്ങനെ. ഉം. എന്തായാലും ജനങ്ങളുമായി ഇടപെട്ട് അവരുടെ കാര്യങ്ങളിൽ ഇടപെട്ട് അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ എന്നാൽ കഴിയുന്ന വിധത്തിൽ ചെയ്യാൻ പറ്റുമെങ്കിൽ അത് ചെയ്ത് ജീവിക്കുക, പോവുക എന്നുള്ളത് എൻ്റെ ഒരു മെന്റൽ സാറ്റിസ്ഫാക്ഷന്റെ ഭാഗം കൂടിയാണ്. ടീച്ചർ, ഇനി കുറച്ച് മണിക്കൂറുകൾ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ റിസൾട്ട് പുറത്തു വരും. അപ്പോൾ ടീച്ചറിന് വോട്ട് ചെയ്ത വോട്ടർമാരോട് ടീച്ചറിന് എന്താണ് പറയാനുള്ളത്? എനിക്ക് വോട്ട് ചെയ്ത ധാരാളം അതെ. പേരുണ്ടാവുമല്ലോ. അപ്പൊ അവരോടൊക്കെ എനിക്കൊരു കടപ്പാടും ഉം, സ്നേഹവും ഉം, ബഹുമാനവും ഉം, ഒക്കെ ഉണ്ട്. മാത്രമല്ല വോട്ട് ചെയ്യാത്തവരും ഉം, എന്നെ നിരീക്ഷിച്ച ധാരാളം ജനങ്ങളുണ്ടാവും. ഒരു പക്ഷേ അവർക്ക് വോട്ട് ചെയ്യാൻ പറ്റാത്തൊരു മാനസികാവസ്ഥ, ഉം, ഒരു പരമ്പരാഗതമായി പിന്നെ അങ്ങനെ മാറാത്ത കുറെ ഉം, ഉം, ആളുകളുണ്ടല്ലോ. അപ്പൊ എല്ലാവരോടും, ഉം, ഈ മണ്ഡലത്തിലെ എല്ലാ മനുഷ്യരോടും വോട്ടർമാരോടും എനിക്ക് പറയാനുള്ളത്, ആരെങ്കിലും ഒരാളെ വിജയിക്കുകയുള്ളൂ. ഉം, പക്ഷെ അവരുടെ ആവശ്യങ്ങളും അവരുടെ പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഇവരുടെ നേതാക്കന്മാരാവാൻ ആഗ്രഹിച്ച ഉം, ആളുകളുമായി പങ്കുവയ്ക്കണം എന്ന് തന്നെയാണ്. ഉം, അവരെയും അവരുടെ കൂട്ടായ്മകളിൽ കൂട്ടണം എന്ന് തന്നെയാണ് എൻ്റെ ആഗ്രഹം. ഉം, എന്നാൽ ഇപ്പോൾ ഞാൻ ജയിച്ചു, ഉം, ഞാൻ ജയിച്ചു കഴിഞ്ഞിട്ട് ഞാൻ മാത്രമായിട്ട് ഒരാളായിട്ട് അവിടെ നിൽക്കുകയാണ്. ഉം, ഞാൻ പറയുന്നതാണ് അന്തിമമായ വാക്യം ഉം, എന്ന രീതിയിൽ പോകുന്നത് ജനങ്ങൾക്കും ഗുണമല്ല. നേരെ മറിച്ച് മറ്റൊരാൾ കൂടി ഉണ്ട് ഞങ്ങൾക്ക് കേൾക്കാൻ, ഞങ്ങളെ കേൾക്കാൻ, ഉം, അല്ലെങ്കിൽ ഞങ്ങൾക്ക് പറയാൻ എന്നുള്ള ഒരു മനോഭാവത്തോടു കൂടി വോട്ടർമാര് സമീപിക്കണം, ഉം, ആരോടാണെങ്കിലും ഉം, എന്നുള്ളൊരു ഒരു ആഗ്രഹമാണ് എനിക്കുള്ളത്. ഉം. മാത്രമല്ല പല രീതിയിൽ എന്നെ സഹായിച്ച വോട്ടർമാരുണ്ട്, എന്നെ സ്നേഹിച്ചവർ, വളരെയധികം ഞാൻ അർഹിക്കാത്ത സ്നേഹം തന്നവർ, ആദരവ് തന്നവർ, ബഹുമാനം തന്നവർ. അവരോടൊക്കെ ജീവിതകാലം മുഴുവൻ ആ ഒരു സ്നേഹവും ബഹുമാനവും എനിക്കുണ്ടാവും. അവർക്കും ഉണ്ടാകണം എന്നാണ് എനിക്ക് ആഗ്രഹം. സ്നേഹിക്കണം, ബഹുമാനമൊന്നും വേണ്ട, സ്നേഹിക്കണം എന്നുള്ളൊരു ആഗ്രഹമാണ്. അതൊരു മനസ്സിന് കിട്ടുന്ന ഒരു ബൂസ്റ്റിംഗ് ആണ്, ഒരു മെന്റൽ സ്ട്രെങ്ത് ആണ് ജനങ്ങളിൽ നിന്ന് കിട്ടുന്നത്. അതുപോലെ തന്നെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ ജയിച്ച ജയിച്ച ജനപ്രതിനിധികൾ അവരെങ്ങനെയാ മണ്ഡലത്തോട് പെരുമാറുന്നത് ശരിക്കും അത് വിലയിരുത്തണം. 5 വർഷക്കാലത്തെ പ്രവർത്തനം വിലയിരുത്തി വേണം അടുത്ത പ്രാവശ്യം വോട്ട് ചെയ്യേണ്ടത്. അതിപ്പോ ഞാനാണെങ്കിലും ആരാണെങ്കിലും. എന്നാലേ ജനങ്ങൾ ആഗ്രഹിക്കുന്ന വിധത്തിലുള്ള ഒരു ആവശ്യം നിവർത്തിക്കപ്പെടാൻ അവർക്ക് കഴിയുള്ളൂ. അല്ലെങ്കിൽ ജനങ്ങൾ പറ്റിക്കപ്പെടും. ഒന്നും ചെയ്തില്ലെങ്കിലും ഞങ്ങളുടെ ഇങ്ങനെ പരമ്പരാഗതമായ ഒരു ഡെപ്പോസിറ്റ് ആണ് ഈ മണ്ഡലം എന്നൊക്കെ കരുതുന്നവരുണ്ടല്ലോ. അതെ, അതൊക്കെ ജനങ്ങൾ തിരുത്തണം എന്നാണ്. ആരുടെ ആണെങ്കിലും ഏത് മണ്ഡലമാണെങ്കിലും അവരെന്ത് ചെയ്യുന്നു എന്ന് നോക്കിയിട്ട് വേണം അവരെ വീണ്ടും തെരഞ്ഞെടുക്കാൻ എന്നൊരു അഭിപ്രായമാണ് എനിക്കുള്ളത്. ഓക്കെ. ഇപ്പൊ എന്തായാലും വലിയ സന്തോഷം ടീച്ചർ. വീണ്ടും കാണാം.